നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വേർഡ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിനി വേർഡിൻ്റെ ഒരു ഇൻ്റർഫേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വേർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് കാണുന്നത് നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ പറയും. അതിന് മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിലെ മെനു ബാറും ടൂൾ ബാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൂൾ ബാറും മെനു ബാറിനെ എല്ലാം കൂടി നമ്മളിപ്പോൾ റിബൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് റിബൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റിബൺ എന്താന്ന് ചോദിച്ചാൽ, റിബൺ എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റിബൺ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് ടാബ്ഡ് സെക്ഷൻസ് അറ്റ് ദ ടോപ്പ്, ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് ടൂൾസ്. അതായത് മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെനു ബാർ, ടൂൾ ബാർ. ആ മെനു ബാറിനെയും ടൂൾ ബാറിനെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഓരോരോ ടാബ്, ഇപ്പോൾ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, അങ്ങനെയുള്ള ടാബ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ടാബിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾസും ഉണ്ട്. ഇപ്പോൾ ടൂൾ ബാറിൽ ഇപ്പോൾ ഹോം ടാബ് എടുക്കുവാണെങ്കിൽ ഹോം ടാബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും ടൂൾ ബാറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ റിബൺസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ റിബൺ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്കത് പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡിൻ്റെ ഒരു ഇൻ്റർഫേസ്, അല്ലെങ്കിൽ വേർഡ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ടാബാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും മുകളിൽ സെൻറ്ററിലായിട്ട് എന്ത് കാണും, ടൈറ്റിൽ ബാറിൽ നമ്മുടെ ടൈറ്റിൽ കാണും. നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് ആ പേരായിരിക്കും ഇവിടെ കാണുന്നത്. ബൈ ഡീഫോൾട്ടായിട്ട് നമ്മൾ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് എന്ത് നെയിം ആയിരിക്കും കാണുക എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്താണ്, ഡോക്യുമെന്റ് 1. അപ്പോൾ ഡോക്യുമെന്റ് 1 എന്നാണ് കാണുക. ആദ്യം ഒരെണ്ണം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് 1 എന്നായിരിക്കും കാണുക. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതെന്താണ്, മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ഓർ റീസ്റ്റോർ ബട്ടൺ, ക്ലോസ് ബട്ടൺ, ഇത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിബൺ എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിലും എന്താ ഉള്ളത്, ഓരോ ടാബും ആ ടാബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ് ആണ് ഇവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടൂൾ ബാറിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇതിനെ ചേർത്തിട്ടാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹോം ടാബ്, ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇൻസേർട്ട് ടാബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അടുത്തത് പേജ് ലേഔട്ട് ടാബ്, റഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ. എത്ര ടാബ് ഉണ്ടാകും നമ്മുടെ വേർഡിലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, 1, 2, 3, 4, 5, 6, 7 ടാബ്സ് ആണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള 7 ടാബ്സ് ആണ്. ഏതൊക്കെയാണ്, ഹോം ടാബ് ഉണ്ട്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, റഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ ആൻഡ് വ്യൂ. ഇനി നമുക്ക് പറയാനുള്ള ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കും. ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നോക്കിയേ, ഇതാണ് സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. സൂം ഇൻ ആൻഡ് സൂം ഔട്ട് കാണപ്പെടുന്നത് താഴെ റൈറ്റ് സൈഡിൽ ബോട്ടം ആയിട്ടാണ് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മിനിമം ആൻഡ് മാക്സിമം സൂം ഇൻ സൂം ഔട്ട് ചോദിച്ചിട്ടുണ്ട്. സൈസ് എത്രയാണെന്ന് ഇപ്പൊ നോക്കിയേ, മാക്സിമം സൈസ്, സൂമിന്റെ മാക്സിമം സൈസ് എത്രയാണ്, 500%. കണ്ടോ ഇവിടെ കിടക്കുന്നത് 500% ആണ് മാക്സിമം. അതുപോലെ തന്നെ സൂം ഔട്ട് എത്രയാണ്, മിനിമം 10%. അപ്പം 10% മിനിമവും മാക്സിമം എത്രയാണെന്ന് വെച്ചാൽ 500%. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആ ഡിഫറൻസ് കാണാം. എത്ര നമുക്ക് സൂം ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ 10% ചെയ്യാം. അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യുന്ന എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ മാക്സിമം 500% വരെയാണ്. അപ്പോൾ ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സൈസ് എത്രയാണെന്ന്, മിനിമം 10%, മാക്സിമം 500%. ഇനി നമുക്ക് പറയാനുള്ളത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ടൂൾ ബാർ ഉണ്ട്, കണ്ടോ? ഈ കാണുന്നതാണ് ക്വിക്ക്
ക്വിക്ക് ആക്സസ്, അതായത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയാണ്? ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് കാണുക. മെയിൻ ആയിട്ടും ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സേവ് ഉണ്ട്, അൺഡു ഉണ്ട്, റിഡ് ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനാണ് മെയിൻ ആയിട്ടും ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള, ഇപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിടാം, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൊണ്ടിടാം. ഇപ്പൊ എനിക്കിവിടെ ഒരു ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതിന് എന്ത് ചെയ്യണം? ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൊണ്ടുവന്നിടണം. എനിക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടേ, പെട്ടെന്ന് എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടിടാം. എങ്ങനെയാണ്? ഈ ബോൾഡിന്റെ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ? ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വരും. ഇനി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിമൂവ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അപ്പൊ എന്ത് ചെയ്യും? അത് അവിടെ നിന്നും പോകും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതിനെ, ആവശ്യമുള്ളതിനെ ആഡ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിബണിന്റെ ഈ ഫ്രീ സ്പേസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അവിടെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ളതിനെ നമുക്ക് ആഡ് ചെയ്യാം. ദേ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ? ഡ്രോ ടേബിൾ ഉണ്ട്, ഫോണ്ട്, ഇമെയിൽ, അതുപോലെ തന്നെ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, ന്യൂ പേജ് എടുക്കണമെങ്കിൽ അത്, അതുപോലെ തന്നെ ഓപ്പൺ പേജ് സെറ്റപ്പ്, അങ്ങനെ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഉള്ളത് ഏതൊക്കെയാണ്? സേവ് ഉണ്ട്, അൺഡു ഉണ്ട്, റിഡോ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ പ്രിന്റ് പ്രിവ്യൂ കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു. ആഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടതെല്ലാം ഇതുപോലെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രിന്റ് പ്രിവ്യൂ ആഡ് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇവിടെ നേരത്തെ എന്തില്ലായിരുന്നു? പ്രിന്റ് പ്രിവ്യൂ ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ പ്രിന്റ് പ്രിവ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ആരോ ഉണ്ട് കണ്ടോ? ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ന്യൂ, ഓപ്പൺ, സേവ്, ഇമെയിൽ, പ്രിന്റ് പ്രിവ്യൂ ഒക്കെ കുറച്ച് ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ നിന്നും ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇവിടെ ഇതിനെ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് എടുത്തിട്ട് കൊടുക്കാം. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തതിന് ശേഷം ഒന്നുകൂടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ആ ടിക്ക് പോയിട്ട് ആ ഓപ്ഷൻ അവിടെ നിന്നും മാറും. ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതുപോലെ തന്നെ ഇതാണല്ലോ നമ്മുടെ റിബൺ എന്ന് പറയുന്നത്. ഇത്രയും പാർട്ടാണ് റിബൺ എന്നറിയപ്പെടുന്നത്. റിബൺ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് റിബൺ എന്താണെന്നുള്ളത്. അപ്പോൾ മെനു ബാറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾ ബാറിനെയും കൂടി റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പൊ എന്തറിയപ്പെടുന്നത്? റിബൺസ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ റിബൺസിൽ എന്താ ഉള്ളത്? ഓരോ ടാബ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾസുമാണ് ഉള്ളത്. ഇനി നോക്കിയേ, ഇപ്പം ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് ഇപ്പൊ എവിടെയാണുള്ളത്? നമ്മുടെ ഈ ടൈറ്റിൽ ബാറിലാണ് ഉള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എവിടെ വേണേലും ഷോ ചെയ്യിപ്പിക്കാം. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസിൽ വെച്ചിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ബിലോ ദ റിബൺ. അതായത് ഇതിപ്പോ ടൈറ്റിൽ ബാറിലാണല്ലോ ഉള്ളത്. ഇതിനെ നമുക്ക് ഈ റിബണിന്റെ താഴെ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, എന്നെ ഇവിടെ ഉള്ള ക്വിക്ക് ആക്സസ് ടൂൾ ബാർ മാറി എവിടെ വന്നു? ഈ റിബണിന് താഴെ വന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവെക്കാം. ഇനി അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യാം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എബവ് ദ റിബൺ. എവിടെ കൊണ്ടുപോകാം? റിബണിന് മുകളിൽ കൊണ്ടുപോകുക. ക്ലിക്ക് ചെയ്തപ്പോൾ എവിടെ പോയി? മുകളിൽ പോയി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുമ്പോൾ അതിന് താഴെയായിട്ടും എന്തുണ്ട്? ഇവിടെ ഷോ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ബിലോ ദ റിബൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇതിനെ താഴേക്ക്
കൊണ്ടുവരാം. അത് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എബോവ് ദ റിബൺ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താ? റിബൺ എന്താണ്, അതിനകത്ത് വരുന്ന ടാബ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടൂൾസും പറഞ്ഞു. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ പറ്റി പറഞ്ഞു, അതെങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണ്, അത് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിബൺസ് ആൻഡ് മെനൂസ് ആണ്. അപ്പോൾ റിബൺസ് എന്താണ്, എത്ര ടൈപ്സ് ഓഫ് ടാബ്സ് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ റിബൺ എന്താണ്, മെനു എന്താന്ന് പറഞ്ഞു, അതിനെ പറ്റിയിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റിബൺ പറഞ്ഞല്ലോ, എന്താ റിബണിൽ ഓരോ ടാബ് കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സ് കാണും. അപ്പൊ ഈ റിബൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ടാബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടാബ് കണ്ട് ഓരോ റിബണിൽ എന്തുണ്ട്? ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, അങ്ങനെയുള്ള ടാബുകളുണ്ട് നമ്മൾ പറഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ടും 2 ടൈപ്പ് ടാബ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ 2 ടൈപ്പ് ടാബ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് റിബൺ ടാബും രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബുമാണ്. സ്റ്റാൻഡേർഡ് റിബൺ ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ടാബ് എടുക്കുമ്പോൾ ഈ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഇതിനകത്ത് ഈ ഹോം ടാബ് എന്ന് പറയുന്നത് ആക്റ്റീവ് ടാബും ബാക്കിയുള്ളതെല്ലാം ഇനാക്റ്റീവ് ടാബുമാണ്. അതായത് നമ്മൾ എപ്പോൾ ഓപ്പൺ ചെയ്താലും ഈ ഹോം ടാബും അതിനകത്തുള്ള ഈ ടൂൾസ് അല്ലെങ്കിൽ കമാൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഇതായിരിക്കും എനേബിൾ ആയി കിടക്കുന്നത്. ഇതിനകത്തുള്ള ടൂൾസ് ആണ് കൂടുതലായും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് എനേബിൾ ആയി കിടക്കുന്നത്. അപ്പൊ ഈ ഹോം ടാബിനെ ആക്റ്റീവ് ടാബ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ടാബുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ടാബിലുള്ള ടൂൾസ് അവൈലബിൾ ആകുന്നത്. അതുകൊണ്ട് ഇതിനെ ഇനാക്റ്റീവ് ടാബ് എന്ന് അറിയപ്പെടും. അപ്പോൾ ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ടാബ് ഏതാണ്? ഹോം ടാബ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിബൺ ടാബിൽ ഏതാണ്? ഈ ആക്റ്റീവ് ടാബ്സും അതുപോലെ തന്നെ ഇനാക്റ്റീവ് ടാബ്സും ആണുള്ളത്. ഇനി നമ്മൾ പറയട്ടെ, ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ഇൻസേർട്ട് ടാബ് എടുത്ത് ഏതെങ്കിലും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രോ ചെയ്യുമ്പോൾ ഈ റിബണിൽ എക്സ്ട്രാ 2 3 1 ഓരോ ടാബ് വീതം എക്സ്ട്രാ വരും. അങ്ങനെ വരുന്ന ടാബ്, അതായത് നമ്മൾ ഏതെങ്കിലും ഇമേജ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേബിൾ ഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ എക്സ്ട്രാ ഓരോ ടാബ് വരും. അതിനെയാണ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ടാബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇൻസേർട്ട് ടാബ് നമുക്കിപ്പം മെയിൻ ആയിട്ട് 7 ടാബാണുള്ളത്. ഇപ്പൊ ഞാൻ ഇൻസേർട്ട് ടാബില് ടേബിൾ ഡ്രോ ചെയ്യാൻ എടുത്തു. ഇപ്പൊ ഒരു ടേബിൾ ഞാൻ ഡ്രോ ചെയ്തു. ഇവിടെ ഡ്രോ ചെയ്ത സമയത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ടാബ് ഇവിടെ വന്നിട്ടുണ്ട്, ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. അപ്പോൾ ഈ ലേഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറേ ടൂൾസ് അവൈലബിൾ ആണ്. ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും കുറേ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇമേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ടാബില് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ക്ലിപ്പ് ആർട്ട് എടുക്കുകയാണ്. ക്ലിപ്പ് ആർട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇവിടെ എന്താണ് വന്നത്? ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബാണ് വന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റിബൺ ടാബ് ആൻഡ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബ് എന്ന് പറയുന്നത്. അപ്പൊ റിബണിനെ 2 ടാബായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് റിബൺ ടാബ് ആൻഡ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബ്. സ്റ്റാൻഡേർഡ് റിബൺ ടാബ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളുള്ള നമ്മുടെ ഇതിനകത്തുള്ള ടാബ്സ് ആണ്. ഹോം ടാബ് മുതൽ വ്യൂ ടാബ് വരെ. ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടേബിൾസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്ന ടാബാണ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ടൂൾ ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിബൺ ടാബ് തന്നെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ആക്റ്റീവും ഉണ്ട്, ഇനാക്റ്റീവും ഉണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.